ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 അവസാനത്തെ ദിവസങ്ങളിലേക്കാണ് നമ്മൾ കാൽച്ചുവടുകൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, ഒരാഴ്ച മാക്സിമം 1.5 ആഴ്ചക്കുള്ളിൽ ഈ 2024 നമ്മളെ വിട പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. 25 നമ്മൾ കാലെടുത്ത് വെക്കാനായിട്ട് പോവുകയാണ്. വളരെ എക്സൈറ്റഡ് ആണ് 2025 പോകുന്നത് ഓർക്കുമ്പോൾ. 24 ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടാവാം, വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു കാണത്തില്ലായിരിക്കാം. അതൊക്കെ ജീവിതത്തിനൊരു ഭാഗമാണ് എന്ന് കരുതിയിട്ട് ഒട്ടും നിരാശയോ സെറ്റ് ബാക്സോ ഇതൊന്നും വെക്കാതെ തന്നെ പുതിയ ഒരു ദൗത്യത്തിന് വേണ്ടി, പുതിയ ഒരു കാര്യത്തിന് വേണ്ടി, ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന, ദൈവം ഓർഡൈൻ ചെയ്തിരിക്കുന്ന ആ കാര്യത്തിന് വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് പോവുകയാണ്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും. ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ഒരു എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഒരു കീ സ്പോൺസർ USA നിന്ന് സൗമ്യ കുര്യനാണ്. താങ്ക് യു സിസ്റ്റർ സൗമ്യ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സൗമ്യ കുര്യന് അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ, ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. കർത്താവെ, താങ്ക് യു ലോർഡ്. അടുത്തത് ഒരു കോ സ്പോൺസർ കൂടിയാണ് ആതിര അനുജിത്ത്, തിരുവനന്തപുരത്ത് നിന്നാണ്. താങ്ക് യു ആതിര. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൻ്റെ എംബ്രിയോ ട്രാൻസ്ഫർ സക്സസ്ഫുൾ ആകുവാൻ, ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ, സാമ്പത്തികമായ അനുഗ്രഹം ഉണ്ടാകുവാൻ, ഭവനം ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ, അതിനുള്ള അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ക്രിസ്മസ് വീക്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ആഘോഷത്തിൻ്റെ ആഴ്ചയിൽ എന്തുകൊണ്ടും ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റുമായിട്ടാണ് ബ്രദർ ഡാമിൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വരുന്ന 31 രാത്രി പ്രത്യേകമായിട്ടുള്ളൊരു സർവീസ് നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ വെച്ചിട്ട് ഒരു 8 മണിക്ക് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏതാണ്ട് 1:30 മണി വരെയൊക്കെ സമയം വരെ ഉണ്ടായിരിക്കും. എന്നാൽ 10 മണി മുതലുള്ള സമയത്ത് നിങ്ങൾക്ക് ലൈവായിട്ട് ഈ പ്രോഗ്രാം എല്ലാം കാണാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സ്പെഷ്യൽ ഒരു ആരാധന നടക്കുകയാണ്. ആരാധനയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് നമുക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള, ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്നത്തേത്. മറ്റൊന്നുമല്ല, വാട്ട് ഈസ് വർഷിപ്പ്, എന്താണ് ആരാധന എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ ഒരു സന്ദേശത്തിലേക്ക് കടക്കാം. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഓവർ ടു ബ്രദർ ഡാമിൻ ആന്റണി. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ജീവിതത്തിൽ തന്നെ വലിയ വിപ്ലവം ഉണ്ടാക്കാവുന്ന ഒരു പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കാൻ പോകുക. എനിക്ക് തോന്നുന്നു ഞാൻ അധികം ഇതിനു മുമ്പ് കൈകാര്യം ചെയ്തു കാണും, എന്നാലും സീരിയസ് ആയിട്ട് ഡെപ്തിൽ പോയിട്ടില്ലാത്ത മോർണിംഗ് ഗ്ലോറി ഒരു ടോപ്പിക്കാണ് ഹൗ ടു വർഷിപ്പ് ഗോഡ്. ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്. ഒത്തിരി പേരെ സംശയമാണ്. നമ്മൾ പെട്ടെന്ന് ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പാട്ടാണ് ഓർമ്മ വരുന്നത്. പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ, ക്രിസ്മാറ്റിക്, അങ്ങനെയുള്ള പെൻറ്റക്കോസ്റ്റൽ രീതിയൊക്കെ നോക്കുമ്പോഴേക്ക് കൈയടിച്ച് ഡാൻസ് ചെയ്ത് ഫ്ലാഗൊക്കെ വീശി, കുറച്ചുകൂടി ന്യൂ ജനറേഷൻ ടൈപ്പിലേക്ക് പോയാൽ സ്മോക്ക് മെഷീൻ, ലൈറ്റുകൾ, ഇതെല്ലാം കൊണ്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഭയങ്കരമായി പാട്ട് പാടി തുള്ളിച്ചാടി ആരാധിക്കുന്നതിനിടയിൽ കൂടെ കുറച്ച് ടങ്സിലൊക്കെ സംസാരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള പിക്ചർ. ബട്ട് വാട്ട് ഈസ് റിയൽ വർഷിപ്പ്, ഓർ വാട്ട് കൈൻഡ് ഓഫ് വർഷിപ്പ് ഈസ് ദാറ്റ് ഗോഡ് ആക്സെപ്റ്റ്സ്?
എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ലൈവ് ചാറ്റിലിടാമോ? ഐ വാണ്ട് ടു ലിസൺ ടു ദിസ്. ഐ വാണ്ട് ടു ലേൺ മോർ അബൌട്ട് വർഷിപ്പ്. എനിക്ക് ആരാധനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം, പഠിക്കണം. ഒന്ന് ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഓക്കെ, ഞാൻ ഒരു എളുപ്പവഴി കൂടെ പറഞ്ഞു തരാം. നിങ്ങളുടെ എത്ര പേരുടെ കയ്യിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ, ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകമുണ്ട്? നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇറക്കിയ ബുക്കാണ് ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത്. അതിൻ്റെ ഇംഗ്ലീഷാണിത്. മലയാളം എൻ്റെ കയ്യിലിരിപ്പുണ്ട്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. ഹിന്ദി ഇറങ്ങിയിട്ടുണ്ട്, 3 ഭാഷകളിൽ ഇത് ലഭ്യമാണ്. എൻ്റെ 40 വർഷത്തെ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണെങ്കിൽ, ഇതിൽ പറഞ്ഞിരിക്കുന്ന 30 ടോപ്പിക്കുകൾ 30 അടിസ്ഥാന കല്ലുകളായിട്ട് വിചാരിച്ചാൽ മതി. അതിൻ്റെ മുകളിലാണ് പണിയപ്പെടുന്നത്. ഏതൊരു വിശ്വാസിയും, അത് ഏത് സഭയായിക്കോട്ടെ, ഏത് ഡിനോമിനേഷൻ ആയിക്കോട്ടെ, ഏത് വിശ്വാസ രീതി ആയിക്കോട്ടെ, ഈ അടിസ്ഥാന കല്ലുകളില്ലെങ്കിൽ പണിയുന്നതെല്ലാം താഴെ പോകും. സോ ഐ എൻകറേജ് ഓൾ ഓഫ് യു ടു ബൈ എ കോപ്പി ഓഫ് ദിസ്. പ്രത്യേകിച്ച് ബ്ലെസ്സിങ് ടുഡേ ഫെലോഷിപ്സിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുള്ളവരെല്ലാവരും ചെയ്യേണ്ടത് ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാകണം. എന്നിട്ട് ആ ബ്ലെസ്സിങ് ഗ്രൂപ്പിൽ ഇത് ക്രമമായി പഠിപ്പിക്കും. അത് പഠിക്കണം. ഞാൻ ഇന്ന് ഇതിനകത്ത് വർഷിപ്പിനെ കുറിച്ചൊരു ചാപ്റ്ററുണ്ട്. ചാപ്റ്റർ നമ്പർ 19, 19ാമത്തെ അധ്യായമാണ്. ആരാധന എന്ന് പറഞ്ഞുകൊണ്ടൊരു അധ്യായമുണ്ട്. ഇതിനൊരു പ്രത്യേകത ഉള്ളത്, റൈറ്റ് സൈഡിൽ ഈ ലെസൺ എന്താണോ അതുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആണ്, ലൈൻസ് ഉണ്ട്, റോൾഡ് ആണ്. അവിടെ നിങ്ങൾക്ക് നോട്ട്സ് എഴുതാം. അപ്പോൾ ബ്ലെസ്സിങ് ടു റിസോഴ്സസിൽ നിന്ന് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ ആമസോണിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേയിലെ നമ്പറുകളിലൊക്കെ വിളിച്ച് അന്വേഷിച്ച്, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വഴിയൊക്കെ മേടിക്കാനുള്ള സംവിധാനങ്ങളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സ്ക്രീനിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേ വാട്സപ്പ് നമ്പറൊക്കെ കാണാം, ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൻ്റെ. അതിലൊക്കെ ഒന്ന് മെസ്സേജ് അയയ്ക്കുക, നിങ്ങൾക്ക് എൻ്റെ ഇൻഫർമേഷൻ കിട്ടും. തീർച്ചയായിട്ടും വാങ്ങി വായിക്കുകയല്ല, പഠിക്കണം. ആരെങ്കിലും പഠിപ്പിച്ചു തരാതെ എനിക്ക് തോന്നുന്നില്ല തന്നെ എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുമെന്ന്. എനിവേ, ഗെറ്റ് യുവർ കോപ്പി ഓഫ് ബുക്സ്. ഇടയ്ക്കൊക്കെ ഞാൻ ഈ മോർണിംഗ് ഗ്ലോറിയിൽ ഇത് ടച്ച് ചെയ്യും. സോ ഹൗ ടു വർഷിപ്പ് ഗോഡ്, ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ടീച്ചിങ്ങിന് ശേഷം എല്ലാവരുടെയും വർഷിപ്പ് ലൈഫ് എൻറിച്ച്ഡ് ആവും. കർത്താവിൻ്റെ റെവലേഷൻ തരും, ഇമ്പാർട്ടേഷൻ തരും, കൃപ തരും. ഇതിലിങ്ങനെയാണ് തുടങ്ങുന്നത്, ദ ഫാദർ ഡിസയേഴ്സ് ദാറ്റ് ഓൾ ഷുഡ് വർഷിപ്പ് ഹിം. യോഹന്നാൻ ജോൺ 4:23. നമ്മുടെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്, ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവത്തെ ആരാധിക്കുക എന്നത് സകല സൃഷ്ടികളുടെയും പ്രഥമ കർത്തവ്യമാണ്. ദൈവം സൃഷ്ടിക്കപ്പെട്ട സകല സൃഷ്ടികളുടെയും ഒന്നാമത്തെ കർത്തവ്യമാണ് ആരാധിക്കുക. യോഹന്നാൻ 4:23 അത് വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, വർഷിപ്പിംഗ് ഗാഡ് ഈസ് വൺ ഓഫ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഹെവൻലി ബീയിങ്സ് ആൻഡ് എർത്ത് ബീയിങ്സ്. അതായത് സ്വർഗത്തിലുള്ള ആളുകളായാലും ശരി, സ്വർഗത്തിലുള്ള സൃഷ്ടികളായാലും ശരി, ഭൂമിയുള്ള സൃഷ്ടികളായാലും ശരി, എല്ലാവരുടെയും ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. മറ്റൊന്ന് അവിടെ കൊടുത്തിരിക്കുന്ന ഇതാണ്, ദ മെയിൻ പർപ്പസ് ഓഫ് ഗോഡ് ഡെലിവറിങ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഫ്രം ഈജിപ്റ്റ് വാസ് ടു വർഷിപ്പ് ഹിം. എക്സഡസ് 7:16. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 7:16 ഇതിലൊക്കെ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം ഈജിപ്തിൽ നിന്ന് വിടുവിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ അവനെ ആരാധിക്കുന്നതായിരുന്നു. ഇങ്ങനെ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ദൈവത്തെ ആരാധിക്കുക. ദൈവം നമ്മളെ വിടുവിച്ചത് എന്തിനാണ്? ദൈവത്തെ, പ്രൈമറി പർപ്പസ് ദൈവത്തെ ആരാധിക്കുക. പക്ഷെ നമ്മൾ എത്ര പേർ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെ ആരാധിക്കുന്നുണ്ട്? സോ ഐ ആം എക്സൈറ്റഡ് ടു ടീച്ച് ദിസ്. വളരെ ശ്രദ്ധിച്ച് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. പുറപ്പാട് ദിവസം 7:16 കാണുന്നത് ഇങ്ങനെയാണ്, ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. Then say to him, the Lord, the God of the Hebrews, has sent me to say to you, let my people go,
so that they may worship me in the wilderness. But until now you have not listened. ഫറവോനോട് പറയാൻ വേണ്ടി മോശയോട് പറയുന്ന ഭാഗമാണ്. ഫറവോനോട് ചെന്ന് പറയേണ്ടത് എബ്രായരുടെ ദൈവം അയച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ കൽപ്പിക്കുന്നു, എബ്രായരുടെ ദൈവം കൽപ്പിക്കുന്നു, എൻ്റെ ജനത്തെ ആരാധിക്കുവാൻ വിട്ടേക്കാം, മരുഭൂമിയിൽ ആരാധിക്കേണ്ടതിന് വിട്ടേക്കാം. അപ്പോൾ ഈജിപ്തിൽ നിന്ന്, അടിമ വീട്ടിൽ നിന്ന്, ഫറവോൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ആരാധിക്കുക എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ പറയേണ്ടത്? നമ്മളെ കർത്താവ് സാത്താൻ്റെ അധികാരത്തിൽ നിന്നും, അജ്ഞതയിൽ നിന്നും, മതപരമായ ചട്ടക്കൂടുകളിൽ നിന്നും, എല്ലാത്തിൽ നിന്നും വിടുവിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ട്. അത് 1 പത്രോസ് 2:9 ഒന്ന് വായിക്കുമ്പോൾ, ബട്ട് യു ആർ എ ചോസൻ പീപ്പിൾ, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ ഹോളി നേഷൻ, ഗോഡ്സ് സ്പെഷ്യൽ പൊസഷൻ, that he may declare the praises of him who called you out of darkness into his wonderful light. ഇരുളിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ വേണ്ടി നാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനവും, രാജകീയ പുരോഹിതവർഗവും, വിശുദ്ധ വംശവും, സ്വന്തം ജനവുമാണ്. അവിടെ പത്രോസ് വ്യക്തമായി എഴുതുന്നത്, ഇരുളിൽ നിന്നും ദൈവം നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ പ്രധാന ഉദ്ദേശം വിടുവിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക, അല്ലെങ്കിൽ അവനെ ആരാധിക്കുക, അവനെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും, പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന പല സഭകളിൽ നിന്നുള്ളവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടാവില്ല, എല്ലായിടങ്ങളിലും വേണ്ട സഭ ഇവിടെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ പേഴ്സണലായി നമ്മുടെ ലൈഫിൽ ഒരു വലിയ റെവലേഷൻ, വെളിപ്പാടും ഒരു എൻറിച്ച്മെൻറ്റും കർത്താവ് ഈ വചനങ്ങളിലൂടെ നമുക്ക് തരും. ഓൾറൈറ്റ്, ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. യേശു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ ഒന്ന് ഡിമാർക്കേറ്റ് ചെയ്ത് കർത്താവ് പഴയതിനെ ഒബ്സലീറ്റാക്കി പുതിയതിലേക്ക് കർത്താവ് കൊണ്ടുവരുമ്പോൾ, ജീസസ് ചേഞ്ച് ദ സ്റ്റൈൽ ഓഫ് വർഷിപ്പ്. ആരാധനാ രീതി തന്നെ കർത്താവ് പഴയതിനെ തച്ചുടച്ച് ഒരു പുതിയ ആരാധനാ രീതി കർത്താവ് കൊണ്ടുവന്നു. അത് ഈ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. യേശു ആരാധനയുടെ ശൈലി മാറ്റി. നോക്കാം. When Jesus came, he changed the whole idea of worship. പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന, ദൈവജനമെന്നറിയപ്പെട്ടിരുന്നവർക്ക് ഉണ്ടായിരുന്ന ആരാധനയെക്കുറിച്ചുള്ള എല്ലാ ആശയങ്ങളും അവരുടെ തത്വങ്ങളും കർത്താവ് മാറ്റിയെടുത്തു. ഓക്കെ, യേശു വന്നപ്പോൾ ആരാധനയുടെ മുഴുവൻ ശൈലിയും മാറി. Till that time, people had specific mountains or holy places to worship God. അതുവരെ അവർക്കുണ്ടായിരുന്നത് ജനങ്ങൾക്ക് ആരാധനയ്ക്കായി പ്രത്യേക മലകളോ വിശുദ്ധ സ്ഥലങ്ങളോ ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ആരാധന നടക്കുന്നത്, വീടുകളിലല്ല, അവരായിരിക്കുന്ന സ്ഥലത്തല്ല. മെയിൻ വർഷിപ്പ് നടക്കുന്ന വർഷിപ്പ് പ്ലേസസ് ഉണ്ട്. മെയിൻലി സം മൗണ്ടൻസ്. അതാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 4:21 യേശു ശമര്യക്കാരി സ്ത്രീയോട് സംസാരിക്കുന്ന സമയത്ത് അത് പറയുന്നുണ്ട്. അപ്പോൾ യേശു കർത്താവ് അവിടെ അവളോട് പറയുന്നത്, ദ ഫാദർ ഈസ് സീക്കിംഗ് ട്രൂ വർഷിപ്പേഴ്സ് എവറിവെയർ. ജോൺ 4:23. പിതാവായ ദൈവം സത്യ ആരാധനക്കാരെ എല്ലായിടത്തും അന്വേഷിക്കുന്നു. സത്യ നമസ്കാരികളെ പിതാവ് തേടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേരെന്ന് പറയും, കർത്താവെ ഞാനൊരു സത്യ നമസ്കാരിയാകാൻ താല്പര്യപ്പെടുന്നു? ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഐ വാണ്ട് ടു ബി എ ട്രൂ വർഷിപ്പർ. ടൈപ്പ് ചെയ്യുക, എല്ലാവരും ടൈപ്പ് ചെയ്തിടുക. ഐ വാണ്ട് ടു ബി എ ട്രൂ വർഷിപ്പർ ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ സത്യ ആരാധനക്കാരനായ അല്ലെങ്കിൽ സത്യ നമസ്കാരിയാകുവാൻ ആഗ്രഹിക്കുന്നു. അത് തന്നെ നമ്മുടെ ആഗ്രഹമാകട്ടെ, അത് നമ്മുടെ പ്രകടനമാകട്ടെ, ലോകം കാണട്ടെ. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇൻ ദ ന്യൂ ടെസ്റ്റമെൻറ്റ് എവ്രി മിനിസ്ട്രി ഈസ് ബൈ സ്പിരിറ്റ് ആൻഡ് നോട്ട് ബൈ ഹാൻഡ്സ്. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത 2 കൊരിന്ത്യർ 3:6 പറയുന്നുണ്ട്. പുതിയ നിയമത്തിലെ എല്ലാ ശുശ്രൂഷയും ആത്മാവിനാലാണ് നടക്കുന്നത്, കരങ്ങളാൽ അല്ല. ഇതിങ്ങനെ പറയാൻ കാരണം 2 കൊരിന്ത്യർ 3:6 അത് വ്യക്തമാക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ
പുരോഹിതന്മാരാണ് ഈ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അധികവും യാഗങ്ങളാണ്. യാഗങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 200 കിലോഗ്രാമോ 300 കിലോഗ്രാമോ അതിലധികമൊക്കെ ഉള്ള കാളകളെ, പശുക്കളെ ഒക്കെ കൈയും കാലും കൂച്ചിക്കെട്ടി യാഗപീഠത്തിൽ കിടത്തി ബന്ധിച്ച് അതിനെ കഴുത്തറുത്ത് സ്കിൻ മുഴുവനും പൊളിച്ച് ഇതെല്ലാം ചെയ്യണമെങ്കിൽ നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം. അതുകൊണ്ട് ലേവ്യ പുരോഹിതന്മാരിൽ തന്നെ അംഗവൈകല്യമില്ലാത്തവരെ മാത്രമേ റിക്രൂട്ട് ചെയ്യുള്ളൂ. എല്ലാ ലേവനും കയറുകയില്ല. അധികാംഗൻ, കൂടുതൽ വിരലുകളോ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ കയറ്റുകയില്ല. ഒരു വലിയ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പൂക്കണ്ണൻ, അത് ഇത് സ്കിൻ ഡിസീസ് ഉള്ള ഇവർക്കൊന്നും ഇത് ചെയ്യാൻ സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് വെൽ ബിൽറ്റ് ബോഡിയുള്ള നല്ല ആരോഗ്യമുള്ളവർ. അത് എനിക്ക് തോന്നുന്നത് ഏകദേശം 50 വയസ്സ് വരെ മാത്രമേ ശുശ്രൂഷ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവർ റിട്ടയർ ചെയ്യുക, പെൻഷൻ പറ്റിപ്പോക്കും. ഇതിന് കാരണം ഈ വലിയ മൃഗങ്ങളെയൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, കാളകളൊക്കെ വലിച്ചു കെട്ടുന്നത് ചിലപ്പോൾ കൊമ്പിൽ കോർത്ത് പൊക്കിയെടുത്തുന്നിരിക്കും. പുരോഹിതനായിരിക്കും ചിലപ്പോൾ കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്നത്. പുരോഹിതന് യാഗമായി മാറും. ഇത് വരാതിരിക്കാൻ നല്ല ആരോഗ്യമുള്ളവരെ, ദൃഢഗാത്രന്മാരായവരെയാണ് അന്ന് പുരോഹിതന്മാരായിട്ടെടുക്കുന്നത്. എന്നാൽ അതുകൊണ്ട് കൈകൊണ്ട് കായികമായിട്ടൊക്കെയാണ് അന്നത്തെ ആരാധനയുടെ ശുശ്രൂഷ അധികവും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 2 Corinthians 3:6 വരുമ്പോൾ ആത്മാവിൻ്റെ ഒരു ശുശ്രൂഷ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആത്മാവിൻ്റെ ശുശ്രൂഷ. കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ടൈപ്പ് ചെയ്തിടുക, എ മിനിസ്ട്രി ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിൻ്റെ ശുശ്രൂഷ, ആത്മാവിൻ്റെ ആരാധന. കൈകൊണ്ടുള്ളതല്ല. കൈകൾ കൊണ്ട് ധൂപം കാട്ടുക, കൈകൾ കൊണ്ട് ഒത്തിരി ശുശ്രൂഷകൾ, കൈകൾ കൊണ്ടാണ് അന്നത്തെ മെയിൻ ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആരാധന മാറി. കൈകൊട്ടു, അതൊക്കെ ചെയ്തു, ഗിറ്റാർ അടിക്കൂ. പക്ഷേ വർഷിപ്പ് നടക്കുന്നത് ആത്മാവിലാണ്, അല്ലെങ്കിൽ ആത്മതലത്തിലാണ്. ഇത് നമ്മൾ മറക്കരുത്. അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇനി നമുക്ക് വാട്ട് ഈസ് വർഷിപ്പ് എന്നുള്ള ബി സെക്ഷനിൽ നമുക്ക് പോയാൽ, ദ ട്രൂ വർഷിപ്പ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ഈസ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. ജോൺ 4:23. പുതിയ നിയമത്തിലെ യഥാർത്ഥ ആരാധന, സത്യ ആരാധന എന്ന് പറയുന്നത് ആത്മാവിലും സത്യത്തിലുമാണ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നതാണ് പുതിയ നിയമത്തിലെ യഥാർത്ഥ ആരാധന. അവിടെ വചനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദയവായി നിങ്ങളത് നോക്കി വായിക്കുക. യോഹന്നാൻ 4:21, ഫിലിപ്പർ 3:3 ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അടുത്തത്, വർഷിപ്പ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ ഈവൻറ്റ് ബട്ട് എ ലൈഫ് സ്റ്റൈൽ, ജസ്റ്റ് ലൈക്ക് പ്രയർ ലൈഫ്. ഈ പ്രാർത്ഥന എങ്ങനെയാണ്? ആരാധന എന്ന് പറയുന്നത് ഒരു ചടങ്ങല്ല. പ്രാർത്ഥന ജീവിതം പോലെ തന്നെ ഒരു ജീവിത ശൈലിയാണ്. വർഷിപ്പ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. എല്ലാവരും ഒന്ന് പറയാം, വർഷിപ്പ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട്, വർഷിപ്പ് ഈസ് എ ലൈഫ് സ്റ്റൈൽ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഈവൻറ്റ്. ആരാധന 8 മണി മുതൽ 10:30 വരെ. അത് ആഴ്ചയിൽ ഒരിക്കലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ നടക്കുന്ന ഒരു പ്രത്യേക ഈവൻ്റാണ്. എന്നാൽ യഥാർത്ഥ ആരാധന എന്ന് പറയുന്ന ആത്മതലത്തിൽ നടക്കുന്നതും ദാറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അവൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. അപ്പം നമ്മൾ ചെയ്യുന്ന സകലത്തിലൂടെയും ഒരു വർഷിപ്പ് പൊങ്ങുന്നുണ്ട്. ലൈഫ് ഇറ്റ് സെൽഫ് ബിക്കംസ് എ വർഷിപ്പ്. നമ്മുടെ ജീവിതം തന്നെ ഒരാരാധനയാണ്. നമ്മൾ ശ്വസിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ മോട്ടോ, നമ്മുടെ ജീവിതത്തിൻ്റെ എയിം, ഗോൾ എല്ലാം ഒരു ദൈവമഹത്വത്തിന് വേണ്ടിയുള്ളൊരു ആരാധനയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 12:2 നിങ്ങളുടെ ശരീരങ്ങൾ പോലും ജീവനുള്ള ആരാധനയായി, ജീവനുള്ള യാഗമായി ദൈവത്തിന് പൂർണ്ണഹിതമുള്ള അവൻ്റെ പ്രസാദമുള്ള ആരാധനയായി സമർപ്പിക്കാൻ പറയുന്നു. കേൾക്കുന്നുണ്ടോ? സോ അതിലേക്കൊക്കെ നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് നമുക്ക് പോകാനുണ്ട്. ഇനി കേട്ടോ, ട്രൂ വർഷിപ്പ് will bring down the ambience of heaven into our hearts and midst. യഥാർത്ഥ ആരാധനയാണെങ്കിൽ അവിടെ പറയുന്നത് സ്വർഗീയ അന്തരീക്ഷത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും മധ്യത്തിലേക്കും കൊണ്ടുവരും. യഥാർത്ഥ ആരാധനയിൽ
സ്വർഗീയ അന്തരീക്ഷം, സ്വർഗത്തിലുള്ള ആംബിയൻസ് അതുപോലെ തന്നെ ഇറങ്ങി നമ്മുടെ അകത്തേക്ക് വരും. മാത്രമല്ല, കൂട്ടമായിട്ട് ആരാധിക്കുവാണെങ്കിൽ അവരുടെ മധ്യത്തിലേക്ക് സ്വർഗം അങ്ങ് ഇറങ്ങി വരും. അതാണ് അങ്ങനെ ഒരു ആരാധനയുടെ അന്തരീക്ഷം, സ്വർഗീയ അന്തരീക്ഷം. സ്വർഗത്തിലേക്ക് എന്നാൽ എങ്ങനെയാണെന്നുള്ളത് ഏഷ്യാവ് 6 വെളിപ്പാട് പുസ്തകം 4, 5 ഒക്കെ കാണുന്നുണ്ട്. സ്വർഗത്തിലെ ആരാധന, ഭൂമിയിലെ അതേ അന്തരീക്ഷം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒന്നാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. ഇനി 4ാമത്തെ പോയിൻ്റായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്, ഹി സെഡ് ടു ദ സമരിറ്റൻ വുമൺ ദാറ്റ് വി ഷുഡ് വർഷിപ്പ് ഗോഡ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. നേരത്തെ പറഞ്ഞതാണ്. ശമരിക്കാരി സ്ത്രീയോട് കർത്താവ് എന്തു പറഞ്ഞു? കർത്താവ് ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് എന്ന് കർത്താവ് വ്യക്തതയോടെ പറഞ്ഞു. അവിടെ ഈ ഫിലിപ്പ് ലേഖനം 3:3 ഒരു ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്. ഫിലിപ്പിയൻസ് 3:3 പറയുന്നത്, ഫോർ ഇറ്റ് ഈസ് വി ഹു ആർ ദ സർക്കംസിഷൻ, വി ഹു സെർവ് ഗോഡ് ബൈ ഹിസ് സ്പിരിറ്റ്, who boast in Christ Jesus and who put no confidence in the flesh. കേട്ടായിരുന്നു? നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ, അല്ലെങ്കിൽ യഥാർത്ഥമായി ആരാധിക്കുന്നവർ. കാരണം നമ്മൾ ജഡത്തിൽ പ്രശംസിക്കുന്നില്ല, പകരം നമ്മൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു, ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുന്നു. അവരാണ് യഥാർത്ഥത്തിലുള്ള ആരാധനക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്ന് ഞാൻ ക്രോഡീകരിച്ച് പറഞ്ഞാൽ, പലപ്പോഴും ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോയി ദൈവത്തിന് കിട്ടുന്ന എന്തെങ്കിലും സാധനങ്ങൾ, പുഷ്പങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് നേരുന്ന ചില സാധനങ്ങളോ കായ്കനികളോ ഒക്കെ കൊണ്ടുപോയി ഇങ്ങനെ അർപ്പിക്കുന്നത് ആരാധനയാണെന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പാട്ടുകൾ പാടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഒച്ച ഉണ്ടാക്കുന്നു, അതാണ് ആരാധന. ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാകാം. പക്ഷെ യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നത് പോലെ വാട്ട് ടു സേ ചില ചേഷ്ടകളോ കൈകൾ കൊണ്ടുള്ള പ്രവൃത്തികളോ ഒന്നുമല്ല. ഇറ്റ് ഈസ് ഇൻ ദ സ്പിരിറ്റ് റലം. ആത്മമണ്ഡലത്തിലാണ് ആരാധന നടക്കുക. കാരണം ദൈവം ആത്മാവാണ്, നമ്മളും ആത്മാവാണ്. ഞാൻ അതിലേക്കൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഒരല്പം ഡീപ്പായിട്ട് പോകാൻ പോവുക. ആർ യു റെഡി? ഇപ്പോഴേക്ക് പ്രാർത്ഥിച്ചോ? പരിശുദ്ധാത്മ നിറവിലൊക്കെ പ്രാർത്ഥിച്ചോ? ഭയങ്കരമായൊരു ആരാധനയുടെ വിപ്ലവം വ്യക്തികളിൽ, ഭവനങ്ങളിൽ, കൂട്ടങ്ങളിൽ, കൂട്ടായ്മകളിൽ, സഭകളിൽ, ഡിനോമിനേഷനുകളിലൊക്കെ ഉണ്ടാകട്ടെ. ആരാധനയുടെ ഒരു തരംഗം, ആരാധനയുടെ ഒരു വേവ്, ഒരു ഓളം, അതിൻ്റെ റിപ്പിൾസ് എല്ലാ ഇടങ്ങളിലേക്കും പോട്ടെ. പുതിയ പുതിയ ആരാധന ഗീതങ്ങളുണ്ടാകട്ടെ, കൊയറുകൾ ഫോം ആകട്ടെ. നോ പ്രോബ്ലം. എത്ര കൊയറൂടെ ഫോം ചെയ്താലും നല്ലതാണ്. കോമ്പറ്റീഷന് വേണ്ടിയിട്ടല്ല, ഷോയ്ക്ക് വേണ്ടിയിട്ടല്ല, പ്രദർശനത്തിന് വേണ്ടിയിട്ടല്ല, ദൈവത്തെ ആരാധിക്കുവാനുള്ള. ഞാൻ ആദ്യമേ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ വീണ്ടെടുത്തതും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചതും സാത്താൻ്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്തതും എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് തന്നതും എല്ലാം ദൈവത്തെ ആരാധിക്കാനാണ്. അപ്പോൾ ദൈവം സകല സൃഷ്ടികളെയും നിർമ്മിച്ചിരിക്കുന്നതും അതിലൂടെ സൃഷ്ടാവിനെ അവർ മനസ്സിലാക്കി അറിഞ്ഞ് ആരാധിക്കുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് ആരാധനയുടെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. സോ ഗെറ്റ് റെഡി. ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് ഒന്ന് കൈനീട്ടിയാലും കർത്താവെ, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ആരാധന വെളിപ്പാടുകൾ എല്ലാവർക്കും ലഭിക്കട്ടെ. അതോടൊപ്പം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു, കർത്താവെ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. ഈ കവളിൻ്റെ ഒരു ഭാഗത്ത് നീര് വന്നിരിക്കുന്നു, ഇങ്ങനെ നീര് വന്നിരിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ വെളിച്ചം നോക്കാൻ ബുദ്ധിമുട്ടുള്ള ആരോ, ബ്രൈറ്റ് ലൈറ്റിലേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കരമായി കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആരോ, യേശുവിൻ നാമത്തിൽ ആ പ്രയാസം മാറിപ്പോട്ടെ. അതുപോലെ ഈ തലയിൽ ഭയങ്കരമായി ഡാൻഡ്രഫും അതുപോലെ മുടിയൊക്കെ ഭയങ്കരമായി
പൊഴിഞ്ഞു പോകുന്ന നിമിത്തം വലിയ പ്രയാസം, മാനസിക ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ചിലർ, യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായൊരു സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. തോളെല്ലിന് ഇപ്പോൾ ഒരു സൗഖ്യം നടക്കുകയാണ് ഇൻ ജീസസ് നെയിം. അതുപോലെ ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ, സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്ത് രോഗമാണെങ്കിലും ഒന്ന് കൈനീട്ടി വിശ്വസിച്ച് സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യത്തെ സ്വീകരിക്കുക. കർത്താവെ, നീ ഇങ്ങനെ അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. നിങ്ങൾക്ക് ഇതെങ്ങനെ അനുഗ്രഹമാകുന്നു എന്നറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ദയവായി എനിക്ക് എഴുതണം. മെസ്സേജുകൾ ബ്ലെസ്സിംഗ് ടുഡേ വാട്സപ്പിലേക്ക് അയയ്ക്കുക. അനേകർക്ക് ഈ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. See you tomorrow. Bye-bye.